ഞങ്ങൾ സാറമോളൊന്നും വിടില്ല കേട്ടോ, കഷ്ടപ്പെട്ട് നിൽക്കാണ്. ഒരു സ്വാഗതം കഴിഞ്ഞിട്ടാണ് സാറൊക്കെ രക്ഷയിടാൻ. റവേക്ക അതെ, ഞായറാഴ്ചയാണ്. അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്നു. നമ്മൾ ഇടക്കിടക്ക് വലിയ പപ്പായ കാണിച്ചു തരത്തില്ലേ, ആ പപ്പായ അത് പഴുത്തിട്ടോ നമ്മളത് മുറിച്ചു. വലിയ മധുരം തോന്നണല്ലേ? ഉണ്ടോ? ആ, ഞാൻ ജസ്റ്റ് ഒരു പീസ് എടുത്ത് വായി വെച്ചിട്ട് എനിക്ക് വലിയ മധുരം തോന്നിയില്ല. നിങ്ങളത് കഴിച്ചോ? പപ്പായ കഴിച്ചോ? ഇല്ല, കഴിക്കും. എല്ലാരും കഴിക്കും പപ്പായ. പപ്പായ എടുത്ത് കഴിച്ചോ? പപ്പായ എടുത്ത് കഴിക്കും. താഴെയൊക്കെ കളയല്ലേപ്പാ. വലിയ പപ്പായ. ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് കയ്യില് എല്ലാരെയും കാണിക്കാൻ വേണ്ടി ഓളൊന്ന് കടിച്ചിട്ട് പോണെന്നാ. അതെ, ഇതിന്റെ തൊലി ഇപ്പോഴാണ് മഞ്ഞ നിറമായത്. ഇത്രയും ചെറിയ കുരു അല്ലേ? ഇതെവിടെന്ന് കൊണ്ടുവന്ന പപ്പായ സാറ്? കൊള്ളാൻ കൊച്ചുണ്ടാക്കിയതാ മമ്മി. പപ്പായ എന്തെല്ലാം ഗുണമുള്ള സാധനം അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാ? ഡ്രാഗൺ ഫ്രൂട്ടാ? ഡോപ്പിക്ക ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടാണോ? എനിക്ക് ഓറഞ്ച് ആണേ. അപ്പൊ ചോദിക്കും പപ്പായ ഇഷ്ടമുള്ളത്. പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആപ്പിൾ ഇഷ്ടമല്ല വെച്ചാൽ ആപ്പിൾ അതിലും വലിയ ഇഷ്ടമാണ്. എനിക്ക് ഫ്രൂട്ട്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആ ശരിയാ, ഡോപ്പി കഴിക്കത്ത പോലും ഇല്ലായിരുന്നു. പപ്പായ ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടോ? പപ്പായ കഴിക്കാത്തവരുണ്ടോ ആരെങ്കിലും? എന്നിട്ട് ഇപ്പൊ കൂടി കഴിച്ചോളേ. ഇത്രയും വലുതായിരുന്നു, ഭയങ്കര വലുതായിരുന്നു. എത്ര നാളുകൊണ്ടാണ്? എന്ത് മഞ്ഞായിരുന്നു ഇത്? മഞ്ഞ ഭയങ്കര അല്ലെങ്കിൽ പിള്ളച്ചെന്നാണോ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു. ഇത് ചക്കേ ആ ഇത്ര ഇതുണ്ടത് ഇത്ര ഉള്ള ശരിക്കും കാണിച്ചേ. ഇത്രേ ഉള്ളു സാധനം കേട്ടോ. ഇത്ര ഉണ്ടായിരുന്നു. ഇത് ചക്ക പപ്പായല്ലേ? മോള് കുറച്ച് ഉണ്ടല്ലോ. പല ടൈപ്പ് പപ്പായ ഉണ്ട്. ചക്കടത്ര വരൂല. വളരേ ഇല്ല, വെള്ളവും ഇല്ല. കുറച്ച് പപ്പായ മുഖത്തും തേണം. ഇപ്പത്തേക്കില്ലേ ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് തേക്കാം. അത് തിന്നാത്ത അടിപൊളി. അമ്മ എനിക്കും തേക്കാൻ തന്നെ. പപ്പായ എല്ലാവർക്കും തേക്കാം. ആണ് നോക്കണേ. വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മുറ്റാക്കി. വെളുക്കത്തൊന്നുമില്ല പപ്പ, ഞാൻ വെറുതെ പറഞ്ഞതാ. പിന്നെ വെളുക്കൂല, പിന്നെ പറയാ ഒരു ഗ്ലാഡ് ന്യൂസ് പറയട്ടെ. അതായത് ഗ്ലാഡ് എന്ന് പറഞ്ഞ സന്തോഷം. സംഗീത മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പറഞ്ഞു കേട്ടായിരുന്നാ എന്താ സംഭവം? അതായത് 20-ാം തീയതി ചൊവ്വാഴ്ച UK എന്നൊക്കെ കുറച്ച് ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കലോത്സവത്തിന് കളിച്ച ഡാൻസ് കളിക്കണം. പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ തുടങ്ങി തന്നെ. ആ, അത് വീഡിയോ ഇട്ട് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്യാൻ. ഡാൻസ് കളിച്ച് കാണിച്ചു. ആണോ? എല്ലാവരും ചെയ്തോളൂന്ന് പറഞ്ഞേ. അപ്പൊ കൊച്ചു പ്രാക്ടീസ് ചെയ്യാ ചൊവ്വാഴ്ച. ഞായറാഴ്ച. മറ്റന്നാൾ. അതുകൊണ്ട് ഇന്ന് ഫുൾ ഡാൻസ് കളിച്ച് പഠിക്കണം. വൈകിട്ട് 5 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തത്തോളൂ. 5:30 അറിയില്ല എനിക്ക്. അപ്പൊ എന്റെ കയ്യിലുള്ള വീഡിയോ ഇതാണ്. അപ്പൊ ഒരു കുട്ടി മിസ്സിംഗ് ആണെങ്കിൽ
സഹാന. അപ്പൊ ആ കുട്ടിക്ക് പകരം ഗായത്രിനെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോസ് ഈ ഗ്രൂപ്പിലേക്ക് ഇടുക. ഞാൻ ഗായത്രിനെ അറിയാം. അപ്പൊ അവള് മാക്സിമം പഠിച്ചെടുക്കാൻ പറ്റുന്നത് പഠിച്ചെടുക്കട്ടെ. ടീച്ചറായി ഡാൻസ് മുമ്പിൽ ഡാൻസ് കളിക്കാൻ പോണേടോ. അന്നത്തെ ഡാൻസ് ആണ് ഡാൻസ് ആണ് ഈ കാണുന്നത്. റബേക്ക എവിടെ? ഈ നിക്കുന്നല്ലേ അറ്റത്ത് നിക്കുന്ന ടോപ്പി. തേങ്ങ രണ്ട് കഴിയുമ്പോ അടുത്ത പണി തിരുമ്പ പണി തരാൻ ഞാൻ കൊപ്പി അടുത്ത വേറൊന്നുമില്ല. താറാവിനെ കട്ട് ചെയ്താണ്. ഞാൻ അടുത്ത പണി ചെയ്യണേ. ഞാൻ വെറുതെ കേട്ടാ ഫീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തമ്പുരാനെ ഇതെപ്പോ എടുത്തിട്ട് പോയി? ഇതെപ്പോ എടുത്തിട്ട് വന്ന്? ഇതെപ്പോ എടുത്തിട്ട് വന്ന്? എന്തിനാണ് തന്നിട്ട്? കണ്ണിരിയാതിരിക്കാനാ? ഈശ്വര വല്ല പാടുകൂടാ. ഞാൻ ചെയ്യൂലേ? താറാവെടുത്തല്ലേ? ആ 100 രൂപയുടെ താറാവെന്ന് പറഞ്ഞാ ശരിക്കും പറഞ്ഞാൽ എല്ല് മാത്രമേ ഉള്ളൂ അല്ലേ? ചിറകും എല്ലൊക്കെ ഉള്ളു. എന്നാലും സാറല്ല, താറാവ് കൂട്ടണമെന്നൊക്കെ ഇങ്ങനെ കൊതി വരുമ്പോഴേ പിന്നെ അങ്ങനൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് താറാവ് ബ്രസ്റ്റും ഇല്ല ലെഗും ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കമ്പനിയുടെ ആട്ടോ. ഇത് പല സ്ഥലത്തുണ്ട്. ഞാൻ കുമ്പളപ്പാളത്തിനടുത്തെന്ന് മാത്രമാണ് പറഞ്ഞത്, പക്ഷെ അവിടെ അല്ല. മാത്രമല്ല ഡാഡി ഇന്നലെ മേടിച്ചു. ഞാൻ തന്നെ മാറിക്കോട്ടാ. വീഡിയോ എടുക്കുമ്പോഴോ വയറ്റിലാണേ. ഇത് വെച്ച് കഴിയുമ്പോ ഞാനാണ് ഇതിനകത്ത് വഴറ്റുന്നത്. സത്യം പറയടി. അല്ല, ഇത് വഴറ്റിക്കൊണ്ടെന്ന് വെച്ചാൽ ആരാണ്? ആര്? സത്യസന്ധമായിട്ട് പറയടി. അങ്ങനെ പറ. അമ്മ ഞാൻ. താറാവ് കറി വെന്ത ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കേട്ടോ. സാധാരണ ഞായറാഴ്ചകളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ലഞ്ചും ലേറ്റ് ആയിട്ടാണ് കഴിക്കുക. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് OTTയിൽ ലിറ്റിൽ ഹാർട്ട്സ് സിനിമ കണ്ടത്. അതിനകത്ത് അവർ കട്ടൻ ചായ കുടിക്കുന്ന കണ്ടപ്പോൾ ഡോപ്പിക്കും കട്ടൻ ചായ കുടിക്കാൻ ഭയങ്കര കൊതി. പിന്നെ അപ്പം തന്നെ ഓടിപ്പോയി കട്ടൻ ചായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്നു. ഞങ്ങളും എല്ലാവരും കട്ടൻ ചായയൊക്കെ കുടിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീട്ടിൽ വെബ് സീരീസിൻ്റെ ഷൂട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ ഫാമിലി വ്ളോഗ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ.